ശമൂവേൽ അദ്ധ്യായം 16. ദൈവം ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനിൽ നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും. കൊമ്പിൽ തൈലം നിറച്ചു പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമ്യനായ യിശ്ശായിയുടെ അടുക്കൽ അയക്കും. അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിട്ടുണ്ടെന്ന് കൽപ്പിച്ചു. അതിന് ശമൂവേൽ, ഞാൻ എങ്ങനെ പോകും? ശൗൽ കേട്ടാൽ എന്നെ കൊല്ലും എന്ന് പറഞ്ഞു. അപ്പോൾ ദൈവം, നീ ഒരു പശുക്കിടാവിനെയും കൊണ്ട് ചെന്ന് ഞാൻ കർത്താവിന് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു എന്ന് പറയുക. യിശ്ശായിയെയും യാഗത്തിന് ക്ഷണിക്ക. നീ ചെയ്യേണ്ടത് എന്തെന്ന് ഞാൻ അപ്പോൾ നിന്നോട് അറിയിക്കും. ഞാൻ പറഞ്ഞു തരുന്നവനെ നീ എനിക്കായിട്ട് അഭിഷേകം ചെയ്യണം. കർത്താവ് കൽപ്പിച്ചതുപോലെ ശമൂവേൽ ചെയ്തു. ബേത്ലഹേമിൽ ചെന്നു പട്ടണത്തിലെ മൂപ്പന്മാർ അവൻ്റെ വരവിങ്കൽ അവനെ എതിരേറ്റു. നിന്റെ വരവിന് സമാധാനം എന്ന് പറഞ്ഞു. അതിന് അവൻ, സമാധാനം, ഞാൻ കർത്താവിന് യാഗം കഴിപ്പാൻ വന്നിരിക്കുന്നു. നിങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് എന്നോടുകൂടെ യാഗത്തിന് വരുവിൻ എന്ന് പറഞ്ഞു. അവൻ യിശ്ശായിയെയും അവൻ്റെ മക്കളെയും ശുദ്ധീകരിച്ചു. അവരെയും യാഗത്തിന് ക്ഷണിച്ചു. അവർ വന്നപ്പോൾ അവൻ എലയാബിനെ കണ്ടിട്ട്, കർത്താവിൻ്റെ മുമ്പിൽ അവൻ്റെ അഭിഷിക്തൻ ഇതാ എന്ന് പറഞ്ഞു. കർത്താവ് ശമൂവേലിനോട്, അവൻ്റെ മുഖമോ ഉയരമോ നോക്കണ്ട, ഞാൻ അവനെ തള്ളിയിരിക്കുന്നു. മനുഷ്യൻ നോക്കുന്നത് പോലെ അല്ല, മനുഷ്യൻ കാഴ്ചപ്രകാരം നോക്കുന്നു, കർത്താവ് ഹൃദയത്തെ നോക്കുന്നു എന്ന് പറഞ്ഞു. പിന്നെ യിശ്ശായി അബീനാദാബിനെ വിളിച്ച് ശമൂവേലിൻ്റെ മുമ്പിൽ വരുത്തി. അപ്പോൾ അവൻ, കർത്താവ് ഇവനെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. പിന്നെ യിശ്ശായി ശമ്മയെയും വരുത്തി. ഇവനെയും കർത്താവ് തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് അവൻ പറഞ്ഞു. അങ്ങനെ യിശ്ശായി 7 പുത്രന്മാരെ ശമൂവേലിൻ്റെ മുമ്പിൽ വരുത്തി. എന്നാൽ ശമൂവേൽ യിശ്ശായിയോട്, കർത്താവ് ഇവരെ തിരഞ്ഞെടുത്തിട്ടില്ല എന്ന് പറഞ്ഞു. നിന്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനി ഏറ്റവും ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കയാകുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ യിശ്ശായിയോട്, ആളയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ ഞാൻ തിരികെ പോകയില്ല എന്ന് പറഞ്ഞു. ഉടനെ അവൻ ആളയച്ചു. അവനെ വരുത്തി. അവൻ പവിഴ നിറമുള്ളവനും സുനേത്രനും കോമളരൂപിയുമായിരുന്നു. അപ്പോൾ കർത്താവ് എഴുന്നേറ്റ്, ഇവനെ അഭിഷേകം ചെയ്യുക, ഇവൻ തന്നെയാകുന്നു എന്ന് കൽപ്പിച്ചു. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവൻ്റെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് അവനെ അഭിഷേകം ചെയ്തു. അന്നു മുതൽ കർത്താവിൻ്റെ ആത്മാവ് അവനിൽ വന്നു. ശമൂവേൽ എഴുന്നേറ്റ് റാമായിൽ സ്വഭവനത്തിലേക്ക് പോയി. കർത്താവിൻ്റെ ആത്മാവ് ശൗലിനെ വിട്ടുമാറി. കർത്താവ് അയച്ച ഒരു ദുരാത്മാവ് അവനെ ബാധിച്ചു. അപ്പോൾ ശൗലിൻ്റെ ഭൃത്യന്മാർ അവനോട്, ഇതാ അങ്ങേ ദാസർ തിരുമുമ്പിൽ കിന്നര വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിപ്പാൻ തിരുമനസ്സുകൊണ്ട് അടിയങ്ങൾക്ക് കൽപ്പന തരണം. എന്നാൽ ദുരാത്മാവ് അങ്ങയുടെ മേൽ വരുമ്പോൾ അവൻ കിന്നരം വായിക്കുകയും അങ്ങേക്ക് സൗഖ്യം വരികയും ചെയ്യുമെന്ന് പറഞ്ഞു. ശൗൽ തൻ്റെ ഭൃത്യന്മാരോട്, കിന്നര വായനയിൽ നിപുണനായ ഒരുവനെ അന്വേഷിച്ചു കൊണ്ടുവരുവിനെന്ന് കൽപ്പിച്ചു. ഭൃത്യരിൽ ഒരുവൻ ബേത്ലഹേമ്യനായ യിശ്ശായിയുടെ ഒരു മകനെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൻ കിന്നര വായനയിൽ നിപുണനും പരാക്രമിയും യോദ്ധാവും വാക്ചാതുര്യമുള്ളവനും കോമളനുമാകുന്നു. കർത്താവും അവനോടുകൂടെയുണ്ട് എന്ന് പറഞ്ഞു. ശൗൽ യിശ്ശായിയുടെ അടുക്കൽ ദൂതന്മാരെ അയച്ചു.
ആടുമേയ്ക്കുന്ന നിന്റെ മകൻ ദാവീദിനെ എൻ്റെ അടുക്കൽ അയക്കണം എന്ന് പറയിച്ചു. യിശ്ശായി ഒരു കഴുതയെ വരുത്തി അതിൻ്റെ പുറത്ത് അപ്പം, ഒരു തുരുത്തി വീഞ്ഞ്, ഒരു കോലാട്ടിൻകുട്ടി എന്നിവ കയറ്റി തൻ്റെ മകൻ ദാവീദ് വശം ശൗലിന് കൊടുത്തയച്ചു. ദാവീദ് ശൗലിൻ്റെ അടുക്കൽ ചെന്നു അവൻ്റെ മുമ്പാകെ നിന്നു. അവനോട് വളരെ സ്നേഹം തോന്നി. അവൻ അവൻ്റെ ആയുധവാഹകനായി തീർന്നു. ആകയാൽ ശൗൽ യിശ്ശായിയുടെ അടുക്കൽ ആളയച്ചു. ദാവീദിനോട് എനിക്ക് ഇഷ്ടം തോന്നിയിരിക്കൊണ്ട് അവൻ എൻ്റെ അടുക്കൽ താമസിക്കട്ടെ എന്ന് പറയിച്ചു. ദൈവത്തിങ്കൽ നിന്ന് ദുരാത്മാവ് ശൗലിന്മേൽ വരുമ്പോൾ ദാവീദ് കിന്നരമെടുത്ത് വായിക്കും. ശൗലിന് ആശ്വാസവും സുഖവും ഉണ്ടാകും. ദുരാത്മാവ് അവനെ വിട്ടുമാറുകയും ചെയ്തിരുന്നു. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാകുന്നു. പാർക്കുമോർ.